Hi, I am Dr. Niranjana Padmanabhan, Aesthetic Physician at Evermore Aesthetic Clinic. പലവിധ ഹെയർ ട്രീറ്റ്മെന്റ്സ് ചെയ്തിട്ടും റിസൾട്ട് ഇല്ലാത്തവരാണോ നിങ്ങൾ? എന്തുകൊണ്ടാണിതെന്ന് നോക്കാം. ഹെയർ ഫോളിന്റെ റീസൺസ് പലതാണ്. പാരമ്പര്യമായിട്ടുണ്ടാകുന്നത് ഹോർമോണൽ ഇംബാലൻസ് മറ്റൊരു റീസൺ ആണ്. PCOD, തൈറോയ്ഡ് മുതലായ അസുഖങ്ങളിൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. സ്ട്രെസ് മറ്റൊരു കാരണമാണ്. അക്യൂട്ട് സ്ട്രെസ് ഉണ്ടായതിനു ശേഷം 3 മാസത്തിന് ശേഷമാണ് നമുക്ക് ഹെയർ ഫോൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഒരു ഹെയർ ഫോൾ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട് നമുക്ക് ഒരു 3 തൊട്ട് 9 മാസത്തിനുള്ളിലാണ് ട്രീറ്റ്മെന്റ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നത്. പിന്നീട് വരുന്ന ഡയറ്റ് ആണ്. ഡയറ്റിൽ കീറ്റോ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവരിൽ എക്സസീവ് ആയിട്ട് ഹെയർ ഫോൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ളവർക്കും വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി അങ്ങനെയുള്ള ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ഹെയർ ഫോൾ കണ്ടുവരുന്നുണ്ട്. സ്മോക്കിംഗ് ഒരു മെയിൻ കാരണമാണ്. ക്രൗൺ ഏരിയയിലുള്ള മുടി തിന്നാവുന്നതിന് സ്മോക്കിംഗ് കാരണമാവുന്നുണ്ട്. ടൈഫോയിഡ്, കോവിഡ് മുതലായ അസുഖങ്ങൾ വന്നു പോയതിനു ശേഷം ഹെയർ ഫോൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പല മെഡിസിന്റെയും സൈഡ് ഇഫക്റ്റ് ആയിട്ടും ഹെയർ ഫോൾ കണ്ടുവരുന്നുണ്ട്. എക്സസീവ് ആയിട്ടുള്ള സലൂൺ ട്രീറ്റ്മെന്റ്സ് കൊണ്ട് ഹെയർ ഫോൾ നന്നായി കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഹോട്ട് വാട്ടറിൽ മുടി കഴുകുന്നത് ഹെയർ ഫോളിന്റെ ഒരു കാരണമാണ്. ഇതിലേതെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ഹെയർ ഫോൾ അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി എവർമോർ എസ്തെറ്റിക് ക്ലിനിക്കിനെ ബന്ധപ്പെടാം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് എവർമോർ എസ്തെറ്റിക്സ്. താങ്ക് യു.